ഹായ് ഹലോ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന കുറേ അധികം ഹോയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറും അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റും കൂടിയാണ് കേട്ടോ. ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ വേറെ രാജ്യങ്ങളിലുള്ള ഇതുവരെ കാണാത്ത പുതിയ വെറൈറ്റീസൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹോയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒത്തിരി അധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എല്ലാ ക്ലൈമറ്റിലും അതുപോലെ തന്നെ എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ഹോയ പ്ലാന്റ്സ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരുപാട് പൂക്കളുമായിട്ട് നമ്മുടെ ചെത്തി പോലെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഹോയേൻ്റെ. ഒത്തിരി അധികം വെറൈറ്റീസ് ഉണ്ട്. വെരിഗേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ കേർലി ആയിട്ടുള്ള ലീഫ് വരുന്നതുണ്ട്, പിന്നെ വലിയ ലീഫും ചെറിയ മിനിയേച്ചർ ആയിട്ടുള്ള ലീഫ് വരുന്ന വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പല കളേഴ്സിൽ ഇതിൻ്റെ പൂക്കൾ തരും. ഇതൊക്കെ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ്. ഇത് നമ്മുടെ ഇവിടെ പൂത്ത ചെടിയാണ് കേട്ടോ. അപ്പോൾ ഹോയേൻ്റെ ഓരോ വെറൈറ്റിക്കും ഓരോ ID അഥവാ ശാസ്ത്രീയ നാമങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പേരുകളൊക്കെ അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പേരുകൾ നമ്മൾ ടാഗ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇത് കണ്ടില്ലേ, ഇത് കുഞ്ഞു മൊട്ട് വരുന്നത്. അപ്പോൾ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് പൂക്കൾ തരും. ഈ മൊട്ടുണ്ടായി അതിൽ നിന്ന് പൂക്കൾ ഉണ്ടായി കഴിയുമ്പം ആ ഒരു ഷൂട്ടിൽ തന്നെയാണ് വീണ്ടും വീണ്ടും ഇത് പൂക്കൾ തരുന്നത് കേട്ടോ. അതായത് നമ്മൾ റോസയൊക്കെ വളർത്തുമ്പോൾ നമ്മൾ പൂക്കൾ കഴിയുമ്പോൾ കട്ട് ചെയ്ത് കളയാറില്ലേ, അതുപോലെ ഇത് കട്ട് ചെയ്ത് കളയേണ്ട, അതിൽ തന്നെയായിരിക്കും വീണ്ടും വർഷങ്ങളോളം പൂക്കൾ തരുന്നത്. ഇത് ഹോയേൻ്റെ വയോള എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി കേട്ടോ. ഇത് വലിയ ലീഫായിരിക്കും വരുന്നത്. പൂക്കൾ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇത് ഹോയേൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. അപ്പോൾ ഹോയേൻ്റെ മിനിയേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പോട്ടിലൊക്കെ വളർത്തി ഹാങ്ങിങ് ആയിട്ടോ ഇല്ലെങ്കിൽ നോർമലായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ ഹോയേൻ്റെ മിനിയേച്ചറിൽ ലീഫ് പല വ്യത്യാസമുള്ള തൈകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നല്ല ഭംഗിയിലൊരു വൈറ്റ് ഫ്ലവേഴ്സ് തരുന്ന ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഹോയേൻ്റെ പോട്ടി മിക്സ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എന്താ കൊടുക്കണ്ടേന്നൊക്കെ. ഓർക്കിഡിൻ്റെ പോട്ടി മിക്സ് കൊടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ സാധാരണ ചെടി വളർത്തുന്ന പോട്ടി മിക്സ് കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്ന സാധാരണ മണ്ണും ചാണകപ്പൊടിയും പിന്നെ ചകിരിച്ചോറും ഒക്കെ മിക്സ് ആക്കി കൊടുത്താലും നല്ല റിസൾട്ട് വരാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മിനിയേച്ചർ വെറൈറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു ഹാങ്ങിങ് ബോട്ടിൽ വളർത്തിയെടുത്തതാണിത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് വീണ്ടും വീണ്ടും തൈകളാക്കി എടുക്കാൻ പറ്റും. ഈ ഹോയ കട്ട് ചെയ്യുമ്പോൾ അതിൽ ചെറിയൊരു വൈറ്റ് കളർ ഒരു പശ പോലെ വരുന്നതായിട്ട് കാണാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള ചെടികളെ സംബന്ധിച്ച് ഈ ഹോയ ചെടികളുടെ ഇലകൾക്ക് നല്ല കട്ടി ഉണ്ടാവും. ഇത് കണ്ടില്ലേ എന്തോരം പൂക്കളുണ്ടായേക്കുന്നതെന്ന്. ഇത് നമ്മുടെ തണ്ടുകളിൽ വർഷങ്ങളായിട്ട് പൂക്കൾ വീണ്ടും വീണ്ടും തരുന്നതാണ് കേട്ടോ. പുതിയ ബഡിൽ വീണ്ടും പൂക്കളുണ്ടാവും, പഴയതിലും വീണ്ടും പൂക്കളുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒരു ചെടി നിറച്ചും പൂക്കളായിരിക്കുമേ. ഓരോ ഹോയേൻ്റെ ഇലകളും വ്യത്യാസം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇത് റൗണ്ട് ലീഫാണ്. ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്. പിന്നെ നീള ലീഫ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലീഫിൽ തന്നെ വെരിഗേറ്റഡ് വരുന്നതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഒത്തിരി അധികം ഹോയേൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ 15 വെറൈറ്റീൻ്റെ കോംബോ ഓഫറാണ് ഇത്തവണ നൽകുന്നത്. ഇതിന് മുമ്പ് നമ്മൾ 25 വെറൈറ്റീസിൻ്റെ ഒക്കെ കോംബോ ഓഫറായിട്ട് പല കസ്റ്റമേഴ്സിനും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോയ പ്ലാന്റ്സ് എല്ലാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേര് ടാഗ് ചെയ്തിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നമ്മൾ ടാഗ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി 15 വെറൈറ്റീസിൻ്റെ കോംബോ ഓഫറിന് നമുക്ക് റേറ്റ് വരുന്നത് 1450 രൂപയാണ് കേട്ടോ. 1450 രൂപയ്ക്ക് നിങ്ങൾക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള പല വെറൈറ്റീസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി 10 വെറൈറ്റീസിൻ്റെ കോംബോയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ 950 റുപ്പീസാണ് കേട്ടോ. 950 രൂപയാണ് 10 വെറൈറ്റിക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ അയച്ചു തരുന്നത്. ഇതാണ് നമ്മുടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഹോയ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയിലുള്ള ലീഫുള്ള പ്ലാന്റാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഇനി മദർ പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ ഫ്ലവേഴ്സ് അടങ്ങുന്ന മദർ പ്ലാന്റും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. മദർ പ്ലാന്റ്സ് കുറച്ച് വെറൈറ്റീസിൻ്റെ മാത്രമേ നമ്മൾ കൊടുക്കാനുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് റൂട്ട് വന്ന തൈകളായിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ ഹോയ പ്ലാന്റ്സ് വളർത്തിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയൊരു സംശയം കൂടി ഉണ്ടാവും. ഇത് എങ്ങനെയാണ് വളർത്തേണ്ടത്, ഹാങ്ങിങ് ആയിട്ടാണോ അതോ ക്രീപ്പർ ആയിട്ടാണോ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് സംശയം ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചില്ലേ ഒരു പോട്ടിൽ നിറച്ചും ചുറ്റി ചുറ്റി വളർത്തിയേക്കുന്നത്, അത് ഹാങ്ങിങ് പോട്ടിൽ വളർത്തിയെടുത്തതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോർമൽ പോട്ടിലാണെങ്കിൽ അങ്ങനെ ക്രീപ്പറായിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ 15 വെറൈറ്റി കോംബോ ഓഫറിൽ ഈ ഒരു സുന്ദരി ചെടിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് തായ്ലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഹോയ വെറൈറ്റീസ് ആണ്. ഇങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഹോയ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്ന ഒരു കിടിലൻ കോംബോ ഓഫർ തന്നെയാണ് ഇത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ചെടികളായിരിക്കും നമ്മൾ തരുന്നത്. എല്ലാം റൂട്ട് വന്നിട്ടുള്ള ചെടികളാണ്. ഇതേപടി തന്നെ നിങ്ങൾ നട്ടു വെച്ചാൽ മതി. 2-3 മാസം ആകുമ്പോഴത്തേക്കും ഈ ഒരു ജിഫി ബാഗ് തന്നെ പൊട്ടിപ്പോകും കേട്ടോ. റൂട്ടൊക്കെ പുറമേ സ്പ്രെഡ് ചെയ്ത് ജിഫി ബാഗ് പൊട്ടിപ്പോകും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ മൊട്ടായി
കായകളായി തുടങ്ങിയ പ്ലാന്റ്സ് ഒക്കെ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ മിക്കതിലും മൊട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഈ ഒരു സമയമാകുമ്പോൾ നിറച്ചും പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് ഹോയ പ്ലാന്റ്. അപ്പോൾ അതിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ലീഫ് കണ്ടാൽ അറിയാം, ഇതൊക്കെ ഒരു ഓവൽ ഷേപ്പാണ് വരുന്നത്. പിന്നെ ഇനി അങ്ങോട്ട് വരുന്നത് പ്ലാന്റ് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് നല്ല നീളമാണ്, മറ്റേതിനെ സംബന്ധിച്ച് നല്ല നീളമുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര കട്ടി ലീഫാണ്. ഇത് നല്ല റൗണ്ട് ലീഫാണ്. ഇങ്ങനെ ഓരോ വെറൈറ്റീൻ്റെ ലീഫും വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന കാരണം തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ കളേഴ്സും അതുപോലെ തന്നെ ഇന്ന പൂക്കളുമാണ് വിരിയുന്നതെന്നൊക്കെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടാഗ് ചെയ്ത് തരാനും പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഹോയേൻ്റെ കിടിലൻ ഓഫർ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തേക്കുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറാണ്. അതിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ, ജിഫി നട്ടിട്ടുള്ള വെരിഗേറ്റഡ് ഹോയാണ് ആ കണ്ടത്. അപ്പോൾ അതുപോലെ വെരിഗേറ്റഡ് ആയിട്ടുള്ളതും മിനിയേച്ചർ ആയിട്ടുള്ളതും ഒക്കെ ഇത് മിനിയേച്ചറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ. ആദ്യം ഈ 15 വെറൈറ്റീൻ്റെ കോംബോ ഓഫർ വാങ്ങുന്ന 10 പേർക്ക് നമ്മൾ ഫ്രീ പ്ലാന്റ്സും കൂടി നൽകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, പൂക്കൾ പോയിട്ട് പിന്നെ നിൽക്കുന്നതാണ്. ഇതിൽ തന്നെ വീണ്ടും പൂക്കൾ വരും കേട്ടോ. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇത് വള്ളി വീശി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ക്രീപ്പറായിട്ടും ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഈ ഹോയേൻ്റെ ഓഫർ കേട്ടോ. അപ്പോൾ വേഗം തന്നെ മിസ് ചെയ്യാതെ ഹോയേൻ്റെ ഈ ഒരു ഓഫർ സ്വന്തമാക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ 10 പേർക്കാണ് ഫ്രീ പ്ലാന്റ്സ് ഉള്ളത്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്നറിയപ്പെടുന്ന ഒരു പഴങ്ങൾ തരുന്നൊരു ചെടിയാണിത്. ഇതിന് പുളിയും മധുരവും കൂടി കലർന്ന ഒരു മുന്തിരി മാതിരിയുള്ള ടേസ്റ്റാണ് ഇതിൽ വരുന്നത് കേട്ടോ. എല്ലാ സമയത്തും കായകൾ തരുന്നതാണ് ഈ റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇത് പൊതുവേ എല്ലായിടത്തും കുറവായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന വെറൈറ്റിയാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 250 രൂപയാണ് കേട്ടോ. അടുത്തത് ഇസ്രയേലിലുള്ള ഇസ്രയേൽ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് ഒത്തിരി പേര് കഴിച്ചിട്ടുണ്ടാവും. ചിലതിൻ്റെ ഒന്നും ടേസ്റ്റ് നമുക്ക് പിടിക്കത്തുണ്ടാവില്ല അല്ലേ. പക്ഷേ ഈ ഒരു ഇസ്രയേൽ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല മധുരമായിരിക്കും. ഇതിൻ്റെ കായകൾക്ക് കാണാനും ഒത്തിരി ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 450 റുപ്പീസാണ്. ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റ് ആണ്. പിന്നെ ഇതിൻ്റെ നമുക്ക് കോമൺ ആയിട്ട് വന്നേക്കുന്ന ഒരു ഡാർക്ക് കളർ വരുന്നതാണ് കേട്ടോ. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയുള്ളൂ. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കാണിച്ചു തരാം. ഇസ്രയേലി യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് വലിയ പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ വരുന്ന ഡാർക്ക് കളറാണെങ്കിൽ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും തരുന്നത്. ഇത് 100 രൂപ പ്ലാന്റ് ആണ്. ഇതേ സൈസുള്ള തൈകൾ തന്നെയായിരിക്കും തരുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. പാഷൻ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നല്ല കളർ വരുന്ന നല്ലപോലെ മധുരം വരുന്ന ഒരു പാഷൻ ഫ്രൂട്ടാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയുള്ളൂ. അടുത്തതായിട്ട് വരുന്നത് മൾബറിയാണ് കേട്ടോ. കിങ് വൈറ്റ് മൾബറി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 490 രൂപയാണ്. കിങ് വൈറ്റ് മൾബറിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ തന്നെ എന്തോരം നീട്ടത്തിലാണ് ഇത് കായ്ച്ചു കിടക്കുന്നതെന്ന് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നല്ല നീളത്തിലായിരിക്കും ഇതിൻ്റെ കായകൾ ഉണ്ടാവുന്നത്. നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയും കൂടിയാണ് ഈ കിങ് വൈറ്റ് മൾബറി കേട്ടോ. നല്ല വലിയൊരു ട്രമ്മിൽ ഒരു ചാക്കിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കായകൾ മൂക്കും തോറും ഇതിൽ വൈറ്റ് കളറായിട്ടായിരിക്കും വരുന്നത്. സാധാരണ നമ്മൾ മൾബറി ഒരു സാധാ ഡാർക്ക് കളറിലാണെങ്കിൽ ഇത് വൈറ്റ് കളറിലായിരിക്കും കായകൾ പഴുക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. ഇതുവരെ കാണാത്തതും അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കായകൾ ഉണ്ടാവുന്നതാണ് ഈ കിങ് വൈറ്റ്. ഇനി ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം. ഈ ഒരു സൈസ് വരുന്ന വലിയ പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. മണ്ണ് അധികം റിമൂവ് ചെയ്യാതെ തന്നെ അയച്ചു തരും കേട്ടോ. ഇത് നമുക്ക് കുറച്ച് മാത്രമേ ഇനി സ്റ്റോക്കുള്ളൂ. വേഗം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. അടുത്തതായിട്ട് വരുന്ന നാടൻ മൾബറിയാണ് കേട്ടോ. ഇത് ചെറിയ കായകളായിരിക്കും, കുറച്ചൊരു പുളിപ്പ് കലർന്നതായിരിക്കും ഈ നാടൻ മൾബറി. അപ്പോൾ ഈ നാടൻ മൾബറിക്ക് നമുക്ക് റേറ്റ് വരുന്ന 60 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് സാധാരണ എല്ലായിടത്തും കിട്ടുന്ന ഒരു മൾബറിയും കൂടിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ നട്ടു വെക്കുമ്പോൾ തന്നെ വേഗം കായകളുണ്ടാവും. കിങ് വൈറ്റ് മൾബറി ആണെങ്കിൽ നല്ല മധുരമായിരിക്കും. ഇതൊരു ചെറിയൊരു പുളിപ്പ് കലർന്ന മധുരമായിരിക്കും വരുന്നത്. ചെറിയ കായകളും ആയിരിക്കും കേട്ടോ. അപ്പോൾ കിങ് വൈറ്റ് മൾബറി ഇതിൻ്റെ ഒരു 4 ഇരട്ടി വലിപ്പത്തിൽ നല്ല നീളത്തിൽ കായ്ക്കുന്നതായിരിക്കും. ഇത് കുറച്ച് ചെറിയ കായകളാണ് ഇതിന് വരുന്നത്. പിന്നീട് വരുന്നത് മൾബറി പോലെ തന്നെ കായകൾ തരുന്നതാണ് ബ്ലാക്ക് ബെറി എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി. ബ്ലാക്ക് ബെറീൻ്റെ വലിയ പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു പ്ലാന്റിന് നമുക്ക് 190 രൂപയാണ് റേറ്റ് വരുന്നത്. കായകളായി തുടങ്ങിയ പ്ലാന്റ്സാണ് നമ്മൾ തരുന്നത് കേട്ടോ. അപ്പോൾ കായകളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് തരുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ ഒരിടയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഈ ഒരു സൈസ് ഉള്ളതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഡബിൾ സൈസ് വരുന്ന നല്ലപോലെ കായകളായിട്ടുള്ള പ്ലാന്റുകളാണ് തരുന്നത്. എല്ലാം കായകളായിട്ടുള്ളത് തന്നെയായിരിക്കും, അതായത് പൂക്കളായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ നട്ടു വെക്കുന്ന പാടെ നിങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ പറിക്കാവുന്നതാണ് കേട്ടോ.
അടുത്തതായിട്ട് വരുന്ന റെഡ് ലെമൺ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നാരങ്ങ പല കളറിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ, യെല്ലോ കളറിലായിരിക്കും എല്ലാവരും ചെറുനാരകം കണ്ടിട്ടുണ്ടാവുക. ഇതെന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് റെഡിലേക്ക് വരുന്ന ചെറുനാരങ്ങയാണ് കേട്ടോ. ഇതിൻ്റെ ജ്യൂസ് അടിച്ചാൽ നല്ല റെഡ് കളറിലേക്കായിരിക്കും. നല്ല ടേസ്റ്റുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 280 രൂപയാണ്. ഈ സൈസ് വരുന്ന റെഡ് ലെമൺ ആണ് നമ്മൾ തരുന്നത് കേട്ടോ. ഇത് കായകൾ പഴുക്കും തോറുമാണ് ഡാർക്ക് റെഡിലേക്ക് കായകൾ വരുന്നത്. അടുത്ത പ്ലാന്റ് ഗ്രൂമി ചാമ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഗ്രൂമി ചാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറി പോലത്തെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കായകൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. നമുക്കൊരു ട്രിമ്മിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചാമ്പ പോലെ ഒരു കായകളും ഉണ്ടാവും കേട്ടോ ഈ ഗ്രൂമി ചാമയിൽ. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്നതാണ്. 250 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇത് നമ്മൾ ഒട്ടും മണ്ണ് കളയാതെ ഇതേപടി തന്നെയായിരിക്കും നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ റിസൾട്ട് വരികയും ചെയ്യും. നമുക്ക് അത്യാവശ്യം വലിയൊരു ട്രിമ്മിലോ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ നട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റും കൂടിയാണ് ഈ ഗ്രൂമി ചാമ എന്നറിയപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വെറൈറ്റി. പിന്നെ മുന്തിരിയാണ് കേട്ടോ. ഈ ഗ്രേപ്പ് നമുക്ക് കളറ് റെഡ് ആണോ ഗ്രീൻ ആണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് രണ്ട് കളർ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപ മാത്രമേ ഉള്ളൂ. പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്നതാണ് കേട്ടോ. 80 രൂപയ്ക്ക് ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത്. പെട്ടെന്ന് തന്നെ വള്ളി വീശി കയറിപ്പോയി കായകൾ ഉണ്ടാവുന്നതാണ്. കായേൻ്റെ കളർ അറിയത്തില്ല കേട്ടോ. ഇപ്പോഴും ആവർത്തിച്ച് പറയുകയാണ്. ചെറുപ്പത്തിൽ തന്നെ കായകൾ ഉണ്ടാവുന്ന വെറൈറ്റി തന്നെയാണ് ഈ ഒരു മുന്തിരി കേട്ടോ. അടുത്തതായിട്ട് വന്നേക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ് ലില്ലിപ്പില്ലി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ചാമ്പയ്ക്ക തിന്നുന്ന പോലെ തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും ഭംഗി ഇതിൻ്റെ കായകൾ കാണാനാണ് കേട്ടോ. അപ്പോൾ ഈ ലില്ലിപ്പില്ലിൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈകൾക്ക് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപ മാത്രമേ ഉള്ളൂ. നല്ലൊരു അടിപൊളി ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ. കാണാനും ഭംഗിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ചാമ്പയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് അതേ ടേസ്റ്റിൽ തന്നെ തിന്നാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ലില്ലിപ്പില്ലി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി. നമുക്കിതിൻ്റെ റെഡ് കളർ ഉണ്ടായിരുന്നു, അത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയതാണ്. ഇപ്പം നമുക്ക് ഈ ഒരു ഡാർക്ക് കളർ മാത്രമേ ഉള്ളൂ. അടുത്തത് കാറ്റ് ഐ ഫ്രൂട്ട് ആണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന് നമുക്ക് ഫ്ലവേഴ്സ് ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത്. 250 രൂപയാണ് റേറ്റ്. അടുത്ത മിറാക്കിൾ ഫ്രൂട്ട് ആണ് കേട്ടോ. മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കായകൾ കഴിച്ചവർക്ക് അറിയായിരിക്കും. ശരിക്കും ഒരു കാന്താരി പോലത്തെ അത്യാവശ്യം സൈസ് വരുന്ന ഒരു കായയാണ് ഇതിലുണ്ടാവുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി. ഇത് കഴിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂറത്തേക്ക് എത്ര പൊളിയുള്ളതും മധുരമായിട്ട് തോന്നും. ഇതിൻ്റെ സാധാ തൈയല്ല നമ്മൾ തരുന്നത്, ഹൈബ്രിഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ കായകളായിരിക്കും ഉണ്ടാവുന്നത്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 200 രൂപയാണ് ഈ സെയിം സൈസുള്ള പ്ലാന്റിന്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബറാബ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കായ ഉണ്ടാവും കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് തിന്നാൻ പറ്റുന്ന ദശയുള്ള നല്ലപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ടേസ്റ്റുള്ള ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 170 രൂപയാണ്. സെയിം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ബറാബ എന്നറിയപ്പെടുന്നത്. അടുത്തത് നമ്മുടെ ലെമൺ ഗൂവയാണ് കേട്ടോ. ലെമൺ ഗൂവേൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ കളറായിരിക്കും ഇതിൻ്റെ കായകൾ ഉണ്ടാവുന്നത്. ഒത്തിരി കായകൾ തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് പേരേരി ലെമൺ ഗൂവ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപ മാത്രമേ ഉള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. കുഞ്ഞ ലീഫായിരിക്കും. അതുപോലെ തന്നെ ഒത്തിരി കായകൾ ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം ഹൈറ്റ് വെച്ച് ഒരുപാട് കായകൾ തരുന്ന വെറൈറ്റിയാണ് ഈ ലെമൺ ഗൂവ എന്നറിയപ്പെടുന്ന ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഒറ്റ നോട്ടത്തിൽ പേര തന്നെയാണ്, പക്ഷെ ചെറിയൊരു പുളിപ്പ് കലർന്ന പേരയ്ക്കായിരിക്കും കേട്ടോ. അടുത്തത് നമ്മുടെ മാംഗോസ്റ്റിൻ്റെ എയർ ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ. നോർമൽ വെറൈറ്റി അല്ല. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ 2-3 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കായകൾ ഉണ്ടാവും. 3 വർഷമൊന്നും സമയം എടുക്കില്ല, എന്നാലും മാക്സിമം 3 വർഷമാണ്. അപ്പം 1.5 വർഷം കൊണ്ടൊക്കെ തന്നെ മിക്ക കസ്റ്റമേഴ്സിനും കായകളായിട്ടുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. എയർ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 750 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ. അടുത്ത റൊളീനോ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമാണ്. ഇത് ഒറ്റ നോട്ടത്തിൽ ആത്തച്ചക്കയാണ്. ഇതിന് സീഡ് വളരെ കുറവായിരിക്കും കേട്ടോ. നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണിത്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 150 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹൈറ്റ് വെച്ച നല്ല പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ബോണ്ടാബെറി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കായകളായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായയാണ്. ഇതിന് നമുക്ക് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 290 രൂപയാണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും ബോണ്ടാബെറീൻ്റെ നമ്മൾ തരുന്നത്. ഇപ്പോൾ ബോണ്ടാബെറിയൊക്കെ നമുക്ക് മുറ്റത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന, ട്രമ്മിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ്. അടുത്തായിട്ട് വരുന്ന അവോക്കാഡോയാണ് കേട്ടോ. സീഡ്ലെസ് അവോക്കാഡോയാണ് വരുന്നത്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 490 രൂപയാണ്. അപ്പോൾ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ സീഡ്ലെസ് അവോക്കാഡോ നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റും. ഒട്ടും തന്നെ ഇതിൽ കായൊന്നും വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയും കൂടിയാണിത്.
അപ്പോൾ നമ്മുടെ മിനിമം 5 ഫ്രൂട്ട്സ് പ്ലാന്റ് കളക്ട് ചെയ്യുന്നവർക്ക് നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു ചെടി നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഓഫർ നമ്മുടെ ഈ ഒരാഴ്ച മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്ലാന്റ് ഇങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ.